Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സിൽ ഫാക്റ്റുകൾ യൂസ് ചെയ്യുക, അതേപോലെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള തെളിവുകൾ അല്ലെങ്കിൽ എവിഡൻസുകൾ, ഇതൊക്കെയാണ് ഡിസൈൻ ചെയ്യുക ഒരു ടെക്നീഷ്യൻസ്. ഓക്കെ, അവരുടെ അല്ലെങ്കിൽ സിസ്റ്റം അനലിസ്റ്റ്, സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, ഡിസൈനേഴ്സ്, പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ, എക്കണോമിസ്റ്റുകൾ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ബിൽഡിംഗ് സർവേയേഴ്സ്, ടു നെയിം ജസ്റ്റ് സം സ്പെഷ്യലിസ്റ്റ് ഏരിയാസ് ദാറ്റ് റിക്വയർ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. ഇപ്പം ഇതെല്ലാം പറഞ്ഞത് ഓരോ ആളുകൾ ചെയ്യുന്ന ജോലികളുടെ കാര്യങ്ങളാണ്. അപ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവർ പല ഡോക്യുമെൻറ്റും ടെക്നിക്കൽ ഡോക്യുമെൻറ്റുകളായിട്ടാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു യൂസർ ഡോക്യുമെൻറ്റിനേക്കാൾ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടുതലുള്ളത്. അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ചില ഇൻഫർമേഷനെ, അതേപോലെ തന്നെ അതിൻ്റെ നോ ഹൗ നീഡഡ് ടു ഡെവലപ്പ്, അതായത് സോഫ്റ്റ്വെയർ ഒക്കെ ആകുമ്പം അത് ഡെവലപ്പ് ചെയ്യുക, ചില കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, യൂസ് എ ഫോം ഓഫ് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നത്. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ അതുകൊണ്ട് തന്നെ എന്ത് ഫോമിലായി, ചിലപ്പോൾ അത് മോഡലുകളായിട്ടായിരിക്കാം. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ, ഒരു വീട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ അവിടെ ചെയ്യുന്നു, പ്രോട്ടോടൈപ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ്ങിലൂടെ, അല്ലെങ്കിൽ സ്കെച്ചസ് യൂസ് ചെയ്തിട്ട് ഡയഗ്രാം യൂസ് ചെയ്യുക, ബ്ലൂ പ്രിൻറ്റ്സ് യൂസ് ചെയ്യുക, മാനുവൽസ്, സോഫ്റ്റ്വെയർ ആൻഡ് പ്രസൻറ്റഡ് ആസ് ട്രെയിനിങ് ഓർ ടെക്നിക്കൽ സർവീസസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ ടൈപ്പാണ് ഈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ഇൻ ബിസിനസ് നെയിം ജസ്റ്റ് സം ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ്, ടെൻഡർ വിളിക്കുക, ഏജൻറ്റ് കോൺട്രാക്റ്റ്, ലീസ്, സ്റ്റാഫ് നീഡ്സ് ഫോർകാസ്റ്റ്, അതേപോലെ മാർക്കറ്റിംഗ് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, ആനുവൽ ജനറൽ റിപ്പോർട്ട്സ്, ഇതെല്ലാം ചില ടെക്നിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഏതൊക്കെ ടൈപ്പിലാണ് ഈ ഡോക്യുമെൻറ്റ്സ് പ്രധാനമായിട്ട് വരുന്നത്? ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻ്റ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട സിസ്റ്റം റിക്വയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സർവീസ് ഓഫർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനാണ് ഡിസ്ക്രിപ്ഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഓഫർ ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തത് ഇൻസ്റ്റലേഷൻ ആണ്. ഇൻസ്റ്റലേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഡോക്യുമെൻറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഹൗ ടു ഇൻസ്റ്റാൾ ദ സിസ്റ്റം, എങ്ങനെയാണ് ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കുക. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷനും ഫയലും അതിൻ്റെ ഹാർഡ്വെയറും കോൺഫിഗറേഷനും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, സിസ്റ്റം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമത്തേൽ പറയുന്നത് കോൺഫിഗറേഷൻ ആണ്. കോൺഫിഗറേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം, യൂസേഴ്സ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ടു കോൺഫിഗർ ദ സിസ്റ്റം ഓർ സോഫ്റ്റ്വെയർ ഫോർ എൻഡ് യൂസ്. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെ കോൺഫിഗർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. യു ക്യാൻ കമ്പൈൻ ദിസ് ഡോക്യുമെൻറ്റ് വിത്ത് ദ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ഡോക്യുമെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് വോളിയം ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ വോള്യത്തിനനുസരിച്ചിട്ടോ അതല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ഡോക്യുമെൻ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യൂസർ മാനുവൽ ഉണ്ട്. യൂസർ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ ഷോർട്ടായിട്ട് കാണിക്കുക. ഇറ്റ് ഷുഡ് ഔട്ട്ലൈൻ ദ നോർമൽ ഫങ്ഷൻ ഓഫ് സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൻ്റെ നോർമൽ ഫങ്ഷൻ എന്താണോ അതിനെക്കുറിച്ച് ഒരു ചെറിയ രൂപരേഖ അവിടെ തയ്യാറാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് പല ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെക്കുറിച്ചൊക്കെ എക്സാമ്പിൾ സഹിതം കാണിച്ചു കൊടുക്കുക. അതാണ് യൂസർ മാനുവൽ എന്ന് പറയുന്നത്. സിസ്റ്റം റെഫറൻസുകൾ പറയാറുണ്ട്. സിസ്റ്റം റെഫറൻസ് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ദ സിസ്റ്റം ഫെസിലിറ്റി, ഹൗ ടു യൂസ് ദോസ് ഫെസിലിറ്റി. ഈ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അതിലെന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് കിട്ടും, എങ്ങനെയാണ് ഈ ഫെസിലിറ്റിനെ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ എറർ മെസ്സേജസ് ആണ്, എങ്ങനെയാണ് എററിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സിസ്റ്റം റെഫറൻസ് എഴുതുന്നത്. സിസ്റ്റം റെഫറൻസ് മാനുവൽ ഷുഡ് ബി റിട്ടൺ ഇൻ എ ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റം സ്റ്റൈൽ. അപ്പോൾ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ടെക്നിക്കൽ ഡോക്യുമെൻ്റ്, അതേപോലെ അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു കാര്യമാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ഡോക്യുമെൻറ്റേഷൻ. നല്ലൊരു ഡോക്യുമെൻറ്റേഷൻ വേണമെങ്കിൽ അതിനൊരു മാനദണ്ഡം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അത് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ്, എന്തൊക്കെ കണ്ടൻറ്റാണ് അതിൽ വരേണ്ടത്, റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, ഈ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എങ്ങനെ വേണം, അതൊക്കെ എന്താണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും യൂസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് പ്ലേസ് ഹെൽപ്സ് ഡിറ്റർമിൻ ഒരു ഡോക്യുമെൻ്റ് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് ടെർമിനോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷനും അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ ലേഔട്ടൊക്കെ ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ പോയിന്റുകൾ വരുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ട്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ജനറലി അത് ആരായിരിക്കും അഡോപ്റ്റ് ചെയ്യുക? ഓർഗനൈസേഷൻസ് ആണ് അഡോപ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? അവരുടെ ഡോക്യുമെൻറ്റേഷനൊക്കെ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ, അവർ പ്രൊഡ്യൂസ് ഈസ് എ ഗുഡ് ക്വാളിറ്റി, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലൊരു ക്വാളിറ്റിയിലാണ് അത് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ പോളിസികൾ, അവരുടെ റൈറ്റേഴ്സ്, അതേപോലെ ഇൻറ്റേർണൽ സ്റ്റാഫ്, കോൺട്രാക്ടേഴ്സ്, അങ്ങനെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു ഡോക്യുമെൻറ്റേഷനുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നല്ലൊരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷന് എപ്പോഴും അത് കൺവേ ചെയ്യേണ്ടത് വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം. അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കൺവേ ചെയ്യേണ്ടത്. ഒരു എറേഴ്സും ഉണ്ടാവരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ടൊക്കെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, സംഗ്രഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്, അതിൻ്റെ മെയിൻ പോയിന്റിലേക്ക് എത്താൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഒരു സ്പെഷ്യലിസ്റ്റ് ടേംസ് ചില സമയത്തൊക്കെ ചില സ്പെഷ്യൽ ടേംസ് അവിടെ യൂസ് ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് മേക്സ് ടെക്നിക്കൽ റൈറ്റിംഗ് ഈസിയർ ടു റീഡ് ആൻഡ് ഗ്ലോസറീസ് ക്യാൻ ഹെൽപ്പ് എക്സ്പ്ലെയിൻ ടേം. ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പകരം എന്ത് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അത് ബാക്കിലായിട്ട് അതിൻ്റെ മീനിങ് കൂടി അവിടെ കൊടുക്കുക. അൺഎക്സ്പ്ലെയിൻഡ് ഓർ ഓവർ യൂസ്ഡ് ആർഗൺ ഈസ് എ കോമൺ ഫോൾട്ട് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്. ഇനി അവോയ്ഡ് ജാർഗൺസ്, അതായത് അവോയ്ഡ് ജാർഗൺസ് പല പദപ്രയോഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനിൽ പാടില്ല. മെനി ടെക്നീഷ്യൻസ് അണ്ടർസ്റ്റാൻഡബിളി ഡെവലപ്പ് ദ ബാഡ് ഹാബിറ്റ് ഓഫ് യൂസിങ് ഓവർലൈ സ്പെഷ്യലിസ്റ്റ് ടേംസ് ഓർ ജാർഗൺ ദാറ്റ് നോ വൺ എൽസ് അണ്ടർസ്റ്റാൻഡ്സ്. ചില ആളുകൾ ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കതിനെക്കുറിച്ച് നല്ല ധാരണയും ബോധമൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവർ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കുക. പക്ഷെ അത് വേറൊരാൾക്ക് അത് മനസ്സിലായിക്കോളുന്നില്ല. അങ്ങനെ ഒരു ടേംസ് ആവശ്യമുള്ള പക്ഷം ജാർഗൺ ക്യാൻ മാസ്ക് മീനിങ് ആൻഡ് മേക്ക് ടെക്നിക്കൽ റൈറ്റിംഗ് ഡെൻസ് വിത്ത് നൗൺസ്. കാരണം അങ്ങനെ ഒരുപാട് ജാർഗൺസ്, പദപ്രയോഗങ്ങളൊക്കെ വെക്കുമ്പോൾ പലർക്കും അത് നല്ല രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡബിൾ ആവില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ പറയുന്നത് ഇൻഡെക്സ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള റിട്ടൺ ടെക്നിക്കൽ റെഫറൻസ് വിൽ ഹാവ് ചങ്ക്സ് ഓഫ് ഇൻഫർമേഷൻ. ദ ഇൻഫർമേഷൻ വിൽ ബി വെൽ മാപ്ഡ്. നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷനെ കുറിച്ച് കൃത്യമായിട്ടൊരു മാപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ബുക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ആ ബുക്കിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഇത്രാമത്തെ പേജിലുണ്ട് എന്നുള്ള പോലെ ഒരു ഇൻഡെക്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ യൂസേഴ്സിന് എളുപ്പത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ഫാക്റ്റ് കണ്ടെത്തണമെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇൻഡെക്സിൻ്റെ പ്രത്യേകത. ആൻഡ് ഫാക്ട്സ് വിത്ത് റിലേഷൻഷിപ്പ് വിൽ ബി എ ക്രോസ് റെഫറൻസ്ഡ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റേഷന് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. നല്ല ക്ലാരിറ്റി ഉണ്ടാവുക, സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക, ജാർഗൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഡെക്സിങ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഫാക്റ്റുകളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു നല്ല ഡോക്യുമെൻറ്റേഷന് വേണ്ട ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് കണ്ടൻസ് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. ആ ഒരു റിപ്പോർട്ടിൽ, ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു കണ്ടൻറ് ലിസ്റ്റ്, ഓരോ ടോപ്പിക്കിൽ എന്ത് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടൊരു ലക്ഷ്യം, എന്തിനു വേണ്ടി നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നാവിഗേഷൻ ടൂൾസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് കളർ കോഡിങ്ങോ ടേബിൾ ഓഫ് കണ്ടൻറ്റോ, അത് എവിടേക്കാണ് ഭാഗിച്ച് പോകുന്നത്, ഡിവൈഡ് ചെയ്ത് പോകുന്നത്, ഡ്രോപ്പ് ഡൗൺ മെനു എങ്ങനെയാണ്, ഐക്കൺ എന്തൊക്കെയാണ്, ഇൻഡെക്സ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് നാവിഗേഷൻ ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ആക്യുറസി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്സസബിൾ എന്ന് പറഞ്ഞാൽ ഇൻ സ്ട്രക്ചർ ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഹെഡിങ്സ്. കൃത്യമായിട്ട് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കുക, സബ് ഹെഡിങ്ങുകൾ ഉണ്ടാവുക, ഇൻഡെക്സ് ചെയ്യുക, ടേബിൾ ഓഫ് കണ്ടൻറ് ഉണ്ടായിരിക്കുക,
പിന്നെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ടും ഒരു തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ജാർഗൺസ് ഒന്നും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ജാർഗൺസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇനി ആവശ്യമാകുന്ന പക്ഷം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഗ്ലോസറിയിൽ അതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ കൊടുക്കുക. പിന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വേറൊരു പോയിന്റിൽ പറയുന്നത്. എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം. അതായത് ഈ ആരെ ഉദ്ദേശിച്ചിട്ടാണോ ഏത് ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണോ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് കൊഹറൻ്റ് എന്ന് പറയുന്നത് ന്യായപരമായിട്ടുള്ള കൊഹറൻ്റ് ആയിട്ടുള്ള ഇറ്റ് ഷുഡ് കൊഹെയർ ത്രൂ ദ ലോജിക്കൽ അസോസിയേഷൻ ഓഫ് ഓൾ ദ പാർട്സ് ഓഫ് ഈച്ച് അതർ. എന്താണോ ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ട കാര്യം അതുമായിട്ട് കറക്റ്റ് ലോജിക്കലി അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കണം അതിലത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. വളരെ ന്യായപരമായിട്ടായിരിക്കാനുള്ള കാര്യങ്ങളായിരിക്കണം നമ്മളവിടെ പറയുന്നുണ്ടാവുക. പിന്നെ കൺസൈസ് ആയിരിക്കുക പറഞ്ഞാൽ വരിച്ചു വാരി നീട്ടി എഴുതാതെ ഉള്ള കാര്യം വളരെ ഷോർട്ടായിട്ട് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് കംപ്ലീറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ്. ഇനി അത് പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊരു കാര്യം പകുതി മാത്രം അതിൽ മെൻഷൻ ചെയ്യുക പിന്നെ അതിൻ്റെ ബാക്കി ഒരു കൺക്ലൂഡിങ് ഇല്ലാതെ പോവുക, അങ്ങനെയല്ല. എന്താണോ ചെയ്യുന്നത് അത് എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ആവുക. അതെല്ലാം കോംപ്രിഹെൻസീവായിട്ട് കംപ്ലീറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ എയിം, എന്തിനു വേണ്ടിയാണോ അത് ചെയ്തത് ആ എയിം കംപ്ലീറ്റ് ആവുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുക. ആൻഡ് കോംപ്രിഹെൻസീവ് ഇൻ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ഓൾ ഇൻഫർമേഷൻ ഓൺ ദ സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ ഒരു ഡോക്യുമെൻറ്റേഷനിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു കൺസിസ്റ്റൻസി അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു പേജിൽ നമ്മൾ വേറൊരു സ്റ്റൈൽ യൂസ് ചെയ്യുക, വേറൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ പേജിലും ഡിഫറെൻ്റായി യൂസ് ചെയ്യുന്ന പകരം കറക്റ്റ് അതിൻ്റെ ടേമും അതിൻ്റെ സ്പെല്ലിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരേ രീതിയിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ. സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സ്റ്റാൻഡേർഡ്, ആ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടോപ്പിക് എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക്